പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഫയദോർ ദസ്തവേസ്കിയുടെ ഒരു നോവലില് കർത്താവ് വീണ്ടും വരുന്നൊരു കാഴ്ചയുണ്ട്. പക്ഷെ നിരാശനായി മടങ്ങിപ്പോകേണ്ടി വരുന്നൊരു ഒരു ഒരു വിധിയുണ്ട് കർത്താവിനതിൽ. കാരണം തൻ്റേതാണെന്ന് താൻ മനസ്സിലുറപ്പിച്ച തെറ്റിദ്ധരിച്ചു പോയ മനുഷ്യരിങ്ങനെ ഈ ലോകത്തിൻ്റെതായിരുന്നു എന്നുള്ള തിരിച്ചറിവിൽ തലകുനിച്ച് നിരാശയോടുകൂടെ കർത്താവ് മടങ്ങുന്നത് കാണും. ഇന്നത്തെ സുവിശേഷത്തിൽ അങ്ങനെയൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. 3 വർഷങ്ങളായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും ഞാൻ കാണുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഒന്നും ഞാൻ കാണുന്നില്ല. തനിക്ക് വേണ്ടി ഒരുക്കിയെടുത്തൊരു ജനതയിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിച്ചതുപോലൊരു ഒരു ഫലം പുറപ്പെടുവിക്കാതിരിക്കുമ്പോൾ ആ ജനതയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് ഇതിനു മുന്നും നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്. അത് നിങ്ങളിൽ നിന്നെടുത്ത് ഫലം നൽകുന്ന മറ്റൊരു ജനതയ്ക്ക് നൽകപ്പെടുമെന്നുള്ള കർത്താവിൻ്റെ വാക്കുകൾ ഓർക്കണം. യഹൂദ ജനതയ്ക്ക് പറ്റിപ്പോയിട്ടുള്ള കാര്യം അതായിരുന്നു. ക്രിസ്ത്യാനികൾ ഈ ഭൂമി മുഴുവൻ പരക്കാനായിട്ടുള്ള കാര്യവും അത് തന്നെയായിരുന്നു. ദൈവം തിരഞ്ഞെടുത്തൊരു ജനത ദൈവപുത്രനെ തന്നെ സ്വീകരിക്കാതിരിക്കുമ്പോൾ, അവന് വേണ്ടിയിട്ടുള്ള ജീവിതം ജീവിക്കാതിരിക്കുമ്പോൾ, അവന് വേണ്ടി വഴിയൊരുക്കാതിരിക്കുമ്പോൾ, അവന് വേണ്ടി ഫലം പുറപ്പെടുവിക്കാതിരിക്കുമ്പോൾ, അത് അവരിൽ നിന്നെടുത്ത് കർത്താവ് ഇങ്ങനെ മറ്റൊരു അജഗണത്തിന് രൂപം നൽകി അവരിലേക്ക് കൈമാറുന്നത് കാണുന്നില്ലേ? ഇത് നമ്മൾക്ക് സന്തോഷം തരേണ്ട കാര്യം മാത്രമല്ല, നമ്മളെ ഇത്തിരി ഭീതിയിലാഴ്ത്തേണ്ട കാര്യമാണ്. ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതം, അവനിങ്ങനെ ഫലം അന്വേഷിച്ച് വരുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ കർത്താവിന് ഫലം കൊടുക്കുന്ന വിധത്തിലാണോ ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? ക്രിസ്ത്യാനി എന്നുള്ള തലക്കെട്ടിൽ ഇങ്ങനെ ജീവിച്ചത് കൊണ്ട് മാത്രമായില്ലല്ലോ. അവന് വേണ്ടി ഫലം പുറപ്പെടുവിക്കാൻ ഇത്രയും കാലം എന്ത് ചെയ്തിട്ടുണ്ട്, എങ്ങനെ ജീവിച്ചിട്ടുണ്ട്, എന്ത് ഫലം പുറപ്പെടുവിച്ചിട്ടുണ്ട്, ആർക്ക് ഈശോയെ കൊടുത്തിട്ടുണ്ട്, എവിടെ സുവിശേഷം പ്രഘോഷിച്ചിട്ടുണ്ട്? ആദിമ ക്രിസ്ത്യാനികളെ നോക്കി ഈ ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തും. ഇതാ ലോകത്തെ കീഴ്മേൽ മറിച്ചിരിക്കുന്ന മനുഷ്യർ ഇവിടെയും വന്നിരിക്കുന്നു. ഇന്ന് ക്രിസ്ത്യാനികളെ കണ്ടിട്ട് എവിടെയാണ് മനുഷ്യര് ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ജീവിതമുള്ള മനുഷ്യരാണ് ഇവരെന്ന് പറയുന്നത്? സ്നേഹം കൊണ്ടായിരുന്നു അവരുടെ ഈ ലോകത്തെ കീഴ്മേൽ മറിച്ചിൽ നടത്തിയത്. അവരുടെ ജീവിതത്തിൻ്റെ സുഹൃതങ്ങൾ കൊണ്ടായിരുന്നു, ക്ഷമ കൊണ്ടായിരുന്നു, കൂടെയുള്ളവരുടെ ജീവിതത്തിലേക്കുള്ള നോട്ടം കൊണ്ട്, കരുതലുള്ള നോട്ടം കൊണ്ടായിരുന്നു ഇവര് ഈ ലോകത്തെ മുഴുവൻ ഇങ്ങനെ കീഴ്മേൽ മറിച്ചത്. ഇന്ന് നിങ്ങളെ പിടിച്ച് ക്രിസ്ത്യാനിയാണെന്നുള്ളതിൻ്റെ പേരിൽ ഒരു കോടതിയിൽ കൊണ്ടുപോയാൽ നിങ്ങൾ ക്രിസ്ത്യാനിയല്ലെന്ന് അവർ വിധി എഴുതി വിടുമെന്നൊക്കെ പറഞ്ഞൊരു അച്ഛൻ കുറിക്കുന്നുണ്ടായിരുന്നു. കാരണം നിങ്ങളുടെ ലൈഫിന് അതിനെ പറ്റിയ ഒരു തെളിവുമില്ല. നിങ്ങളുടെ വാക്കുകളിലോ നിങ്ങളുടെ ജസ്റ്റേഴ്സിലോ ക്രിസ്ത്യാനിയാണെന്ന് തോന്നിപ്പിക്കത്തക്ക വിധത്തിൽ ഒന്നുമില്ല. ഒന്നാമത്തെ വായനയിൽ തമ്പുരാൻ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ ജഡിക പ്രവണതകളനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. നിങ്ങളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ജഡിക പ്രവണതകളെ പ്രസാദിപ്പിക്കുന്ന രീതിയിൽ. കൂടെയുള്ളവരുടെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിനെ കൊടുക്കാനായി കാർക്കശ്യ നിലപാടുകൾ എടുക്കേണ്ട സമയത്ത് പോലും നമ്മളിങ്ങനെ കോംപ്രമൈസിന് തയ്യാറായിക്കൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ ജ്വലിക്കുന്ന മനുഷ്യരായി മാറേണ്ടവർ ഇങ്ങനെ ഈ ലോകത്തിൻ്റെ അരൂപിക്ക് നിരക്കുന്ന വിധത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മുടെ ജീവിതങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കിയാൽ മതി. പ്രിയപ്പെട്ടവർ തെറ്റുമ്പോൾ പോലും പ്രാർത്ഥനയ്ക്ക് വരാത്ത മക്കളെ ഒന്ന് നിർബന്ധപൂർവം പിടിച്ചിരുത്താനായിട്ട് പേടിയുള്ള മാതാപിതാക്കളെ കുറിച്ച് എന്ത് പറയുന്നു? പള്ളിയിലെ സഭാ നിയമങ്ങളെക്കുറിച്ച് ഉറക്കെ വിളിച്ചു പറയാനായി അതിൻ്റെ കാര്യകാരണ സഹിതം ഇങ്ങനെ വിവരിച്ചു കൊടുക്കാനായിട്ട് മടിയോ ഭയമോ ഉള്ള, അതവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണെന്ന് ന്യായം പറയുന്ന പള്ളിപ്രസംഗങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? കർത്താവിനെ പറയാനായി കാലങ്ങൾക്ക് മുൻപേ ഇങ്ങനെ ദർശനത്തോടുകൂടെ കെട്ടി ഉയർത്തിയ കെട്ടിടങ്ങളിൽ ഇപ്പോൾ ക്രിസ്തുവെന്നുള്ള നാമം ഇങ്ങനെ മുഴങ്ങിക്കേൾക്കാത്തതിൻ്റെ ഒരു ശൂന്യതയെക്കുറിച്ച് നമ്മൾ എന്ത് പറയുന്നു?
കർത്താവിൻ്റെ ആത്മാവ് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായി ഒന്ന് ജീവിച്ചു തുടങ്ങണം നമുക്ക്. കാരണം അവിടുന്ന് ആ ഫലം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല എന്ന് ഈ 1-ാമത്തെ വായന നമ്മളെ ഓർമ്മപ്പെടുത്തും. നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. ഇപ്പോൾ ഇങ്ങനെ മരിച്ചവരെ കണക്ക് ഈ ലോകത്തിൻ്റെ അരൂപിക്കനുസരിച്ച്, ലോകരീതിക്കനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ശരിക്കും നമ്മൾ ചത്തവരെ പോലെയാണെന്ന് നമുക്കറിയാം. കൊമാല കണക്കെ ജീവനില്ലാത്ത മനുഷ്യരുടെ നഗരമായി ക്രൈസ്തവ മതം മാറിപ്പോകുന്നത് നിരാശയോടും സങ്കടത്തോടും കൂടെ കണ്ടുകൊണ്ടിരിക്കേണ്ട ഒരു സമയം ഇനി അധികം ദൂരത്തല്ലെന്നറിയണം. മരിച്ച മനുഷ്യരെ കണക്ക് ദൈവത്തിൻ്റെ ആത്മാവില്ലാതെ എങ്ങനെയാണ്, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാതെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ലാതെ നമ്മൾ എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് പറയണേ? അവൻ നമ്മളിൽ നിന്ന് ഫലം ആഗ്രഹിക്കുന്നുണ്ട്. അത് പറ്റുന്നില്ലെങ്കിൽ വെട്ടിക്കളയാനാ പറയണേ. മറ്റൊരു യഹൂദ മതം കണക്ക് ക്രിസ്ത്യാനിയായി മാറരുതെന്നുള്ള ആഗ്രഹവും പ്രാർത്ഥനയും ഉള്ളിൽ നിറച്ചുകൊണ്ട്, കർത്താവെ, അങ്ങേക്ക് വേണ്ടി ധൈര്യപൂർവ്വം ഫലം പുറപ്പെടുവിക്കുന്ന മനുഷ്യരായി ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിന് നിന്റെ ആത്മാവിനെ ഞങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കും മനസ്സാകണമേ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടെ ഏറ്റവും വലിയ വരദാനമായ അനുഗ്രഹമായ ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി കർത്താവിൻ്റെ മുൻപിൽ നമുക്ക് ആശീർവാദത്തിനായി, ആത്മാഭിഷേകത്തിനായി പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റാരുടെയൊക്കെയോ കൂപ്പുകരങ്ങളോടുകൂടിയ പ്രാർത്ഥനയുടെ ബലത്തിൽ നീട്ടിക്കിട്ടിയ ഈ ജീവിതം ഇനിയും ഫലം പുറപ്പെടുവിക്കാതെ ജീവിക്കാനാണോ നമ്മുടെ ഉദ്ദേശം? നീട്ടിക്കിട്ടിയേക്കാം. വെട്ടിക്കളയാൻ പറഞ്ഞ വൃക്ഷത്തിന് ചുവടുകിളച്ച് ആരൊക്കെയോ വളമിട്ടോളാം എന്ന് യജമാനനോട് അപേക്ഷിച്ചതിൻ്റെ പേരിൽ മാത്രം നീട്ടിക്കിട്ടിയ ഈ ജീവിതം ഇനിയും നന്ദികേടിൻ്റെ പര്യായമാക്കി മാറ്റരുത്. അവന് വേണ്ടി ഫലം പുറപ്പെടുവിക്കാനുള്ള നിമിഷങ്ങളാക്കി, ഓരോ സെക്കൻഡും അവന് വേണ്ടിയുള്ളതാക്കി ജീവിച്ചു തുടങ്ങണം നമുക്ക്. കർത്താവെ, അതിന് ഞങ്ങളെ സഹായിക്കണേ എന്ന്, അതിനായി അവിടുത്തെ ആത്മാവിൻ്റെ ശക്തിയും ഉത്തേജനവും ഞങ്ങൾക്ക് തരണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.